എല്ലാവർക്കും നമസ്കാരം. ഇൻട്രോ ഒന്നുമില്ല, ഭയങ്കര ചൂടാണ്. ചൂട് കാരണം നിൽക്കാൻ പറ്റുന്നില്ല. പുസ്തകമൊന്നും നോക്കണ്ട, കയ്യിലൊക്കെ പിടിച്ച പുസ്തകത്തിന്റെ ഒക്കെ കോലം ഇങ്ങനെയായിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ പഠിക്കാനുണ്ട്. ഇതാ വരാൻ പോകുന്ന 2 മാസ കാലയളവ് കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ വരുന്നു. അപ്പൊ ഈ ചൂടത്ത് പരീക്ഷാ ചൂട് തലക്ക് പിടിച്ച കൂട്ടുകാരുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾക്കുള്ളൊരു സുവർണാവസരമാണ് കമ്പനി ബോർഡ് LGS. ഞാൻ പറയേണ്ടതില്ലല്ലോ, നിങ്ങൾക്കറിയാം, ഒരുപാട് നാളായി, മാസങ്ങളായി നിങ്ങൾ അതിന് പഠിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ബെവ്കോ LDC പരീക്ഷ നടക്കുകയാണ് 2026. 27 വരാൻ പോകുന്ന LDC ഉണ്ട്. അതിന് മുന്നൊരുക്കമായിട്ടാണ് നിങ്ങൾ ഈ പരീക്ഷ നേടേണ്ടത്. ഏറ്റവും ആദ്യത്തെ റാങ്കിനുള്ളിൽ വന്നാൽ ജോലി ഉറപ്പാണ്. കമ്പനി ബോർഡ് LGSന്റെ നിയമന നില ഇപ്പൊ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ഈ ഒരു അവസരം, ഈ ചൂട് കാരണം നമ്മളിങ്ങനെ പരീക്ഷാ ചൂട് വന്നു നിൽക്കുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ 5 മിനിറ്റോട് പറയും. അത് കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് സോഴ്സ് ഉപയോഗിച്ച് പഠിക്കാൻ യൂട്യൂബിലും നമ്മുടെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഫ്രീ ആയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ VFAക്ക് വേണ്ടി ഒരു ടൈം ടേബിൾ സ്റ്റഡി പ്ലാൻ തന്നു. അത് 20-ാം തീയതി മുതൽ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ടെലഗ്രാം ചാനൽ വഴിയാണ്. നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഈ തരുന്ന ടൈം ടേബിൾ ഉൾപ്പെടെ നിങ്ങൾക്ക് തരുന്നത് ടെലഗ്രാം ചാനലാണ്. ടെലഗ്രാം ചാനൽ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉണ്ട്. നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് വരിക, സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ, സ്ട്രൈക്കർ PSC എന്ന്. 2 ടെലഗ്രാം ചാനലുണ്ട്. VFA ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷും മലയാളം വർക്കൗട്ടും കാര്യങ്ങളൊക്കെ സ്ട്രൈക്കർ കോച്ചിങ് എന്നൊരു ചാനലില് നമ്മുടെ തന്നെ സുഹൃത്തുക്കളാണ് അത് കാര്യങ്ങളൊക്കെ അതിനകത്ത് അപ്ലോഡ് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സും PDF കിട്ടാൻ നമ്മുടെ മെയിൻ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. മക്കളെ, ഞാൻ പറഞ്ഞു പരീക്ഷ ചൂട് വന്നു എങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു 3 മാസ കാലയളവ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പ്രധാനപ്പെട്ട 2 പരീക്ഷകളുടെയും പ്രിലിംസ്, കമ്പനി ബോർഡ് LGSന്റെയും ബീവറേജ് LDയുടെയും പ്രിലിംസ് ജൂലൈ മാസം മുതൽ നടക്കാൻ പോവുകയാണ്. ഡേറ്റ് വന്നിട്ടില്ല ഞാൻ ഈ ക്ലാസ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ 12ന്റെ മുകളിൽ ഒരു സ്റ്റാർ ഇട്ട് വെച്ചത്. നിങ്ങളൊരു ഇലക്ട്രോണിക് സാധനം വാങ്ങാൻ പോകുമ്പോൾ 4999 കണ്ടിട്ട് മുകളിൽ ഒരു സ്റ്റാർ ഉണ്ടാവും അല്ലേ? ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ വായിച്ച് നോക്കാൻ നമ്മൾ പോകും. അവിടെ എത്തുമ്പോഴായിരിക്കും അതിന് 6000 7000 ആയിരിക്കും. അതുപോലെ ചിലപ്പോൾ ആഴ്ചകൾ കൂടാനും കുറയാനും സാധ്യതയുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. വെറും 10 ആഴ്ച കൊണ്ട് നമുക്ക് പഠിച്ചുകൊണ്ട് പ്രിലിംസ് നേടാൻ പറ്റുമോ എന്നൊരു വലിയ ചോദ്യചിഹ്നം എൻ്റെ ഒരുപാട് പുതിയ കൂട്ടുകാർക്ക് ഉണ്ടാകും. മക്കളെ, നിങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും വിശ്വസിച്ച് ഇരുന്ന് പഠിച്ചാൽ പ്രിലിംസ് കിട്ടും. അതെങ്ങനെയാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പൊ നിലവിൽ ഏതെങ്കിലും ഒരു നല്ല ആപ്പ്, ഇപ്പൊ ഒരുപാട് ഫ്രീ ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, പെയ്ഡാണ്, അങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പഠിക്കണം കേട്ടോ. എവിടെ പഠിച്ചാലും കുഴപ്പമില്ല. ഞാൻ നമ്മുടെ ഒരു മക്കൾ ഒരുപാട് കാലം ചോദിച്ചത് കൊണ്ട് പ്രിലിംസിന് ക്ലാസ്സുകൾ അതാണ് ഞാൻ നൽകാറ്. VFAയുടെ ക്ലാസ് നൽകില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ 10th പ്രിലിംസ് അതാണ് എനിക്ക് ആദ്യത്തെ പരിഗണന. കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ടാണ് ക്ലാസ്സുകൾ നൽകുന്നത്. കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സിന്റെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 15ഓളം ക്ലാസ്സുകൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നൽകുന്നതാണ്. 150 ക്ലാസ്സുകൾ SCERT ഡീപ്പായിട്ട് പഠിക്കാൻ മെയിൻസിന് വേണ്ടിയിട്ട്. തൊട്ട് മുമ്പിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 9ാം ക്ലാസ്സിലെ 1ാമത്തെ ബയോളജിയിലെ ചാപ്റ്റർ വിശദമായി എടുത്തു. അതിന്റെ പാർട്ട് 2ന് വെയിറ്റ് ചെയ്യായിരിക്കും നിങ്ങൾ. അതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വിശദമായിട്ട് പഠിക്കാൻ മെയിൻസിന് വേണ്ടി നൽകുന്നുണ്ട്, SCERT പ്ലസ് CA. ഇനി വേണ്ടത് 10th പ്രിലിംസിന് കൃത്യമായിട്ടൊരു ക്ലാസ് ആണ്. ഒരുപാട് പേര് ചോദിച്ചു. അപ്പൊ ഫുള്ളായിട്ട് ആ 10th പ്രിലിംസിന് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 2.5 മാസം കൊണ്ട് നമുക്ക് സെറ്റാക്കാം. നോക്കൂ, ഒരു 12 ആഴ്ച നമുക്കൊരു ഉദാഹരണത്തിന് എടുക്കാം. 12 ആഴ്ച പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ 4 ആഴ്ചയാണ് ഒരു മാസം. അപ്പോൾ നമുക്ക് 2 മാസം 8 ആഴ്ച വെച്ചിട്ട് പിന്നീട് 2 മാസത്തിന് ശേഷം എത്രയുണ്ട് നമുക്ക് അറിയില്ല. എന്നാലും നമുക്കൊരു 10 ആഴ്ച കണക്കാക്കാം. അപ്പൊ 10 ആഴ്ചയിൽ 10 ദിവസം, ശ്രദ്ധിക്കണേ, 10 ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് 10 ദിവസം പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ മുഴുവൻ മാർക്കും കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ദിവസത്തിൽ നിങ്ങൾ എത്രയോ സമയം പല കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നില്ലേ? നോക്കൂ, ആ സമയത്ത് നിങ്ങൾ വീഡിയോ ക്ലാസ് കാണാനോ മറ്റേ PYQ ചെയ്തു നോക്കാനോ, ഇനി നിങ്ങൾ ഓഫ്ലൈൻ സെന്ററിൽ പോകുന്നിട്ട് അവിടെ ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ സമയമൊക്കെ കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു 3 മണിക്കൂർ ഒരു ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ടോപ്പിക്ക് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം തുടർന്ന് കാണുക, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. ഇവിടെ മാത്സും കറണ്ട് അഫയേഴ്സും ഞാൻ കൊടുത്തിട്ടുണ്ട്. 100 മാർക്കാണ് പ്രിലിംസിന്റെ സിലബസ്. ഈ വീഡിയോയുടെ ഈ PDF ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ പ്രൊവൈഡ് ചെയ്യും. മുമ്പത്തെ PDF നൽകാനുണ്ട്, അതും നൽകും. അതോടൊപ്പം 10th പ്രിലിംസിന്റെ സിലബസ് അറിയാത്തവർക്ക് വേണ്ടി അതും ടെലഗ്രാം ചാനലിൽ കൊടുക്കാം. നമ്മുടെ സിലബസ് ഇങ്ങനെയാണ്, അത് ഞാൻ കാണിച്ചു തരുന്നില്ല. 10 മാർക്ക് വെച്ചിട്ട് ഇതാ ഈ കാണുന്ന 7 ദിവസങ്ങളിൽ കൊടുത്ത ടോപ്പിക്ക് ഇതാണ് 70 മാർക്ക്. പിന്നെ ഉള്ളത് 20 മാർക്ക് മാത്സും 10 മാർക്ക് കറണ്ട് അഫയേഴ്സുമാണ്. അങ്ങനെ ടോട്ടൽ 100 മാർക്കിനാണ് നമുക്ക് പരീക്ഷയുള്ളത്. ഇവിടെ 7 ദിവസങ്ങളെ 10 മാർക്ക് വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്തുകൊണ്ട് 7 ദിവസവും പഠിക്കണം. എങ്ങനെ പഠിക്കുമെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ക്ലാസ് ഞാൻ നൽകുന്നതാണ്.
അതെങ്ങനെയാണ് ക്ലാസ് നൽകുക എന്ന് പറഞ്ഞാൽ ഇന്ന് ജോഗ്രഫിയുടെ ഒരു സാമ്പിൾ അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ ആണ് തരുന്നത്. ഈ പറയുന്ന 10 ദിവസങ്ങൾ കൊണ്ട്, 10 ദിവസം എന്ന് പറഞ്ഞാൽ ഒരുമിച്ചുള്ള ദിവസങ്ങളല്ല, എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾ ഇനി വരാൻ പോകുന്ന പ്രിലിംസിന് വരെ എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾ ജോഗ്രഫി പഠിക്കുക, റിവിഷൻ ചെയ്യുക. ഏറ്റവും പ്രധാന റിവിഷനാണ്. PYQ വെച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇനി നോട്ടും ക്ലാസ്സും നൽകുന്നത്. ഞാൻ നൽകുന്ന നോട്ടും ക്ലാസ്സും 20 ക്ലാസ്സുകളാണ്. ആദ്യമേ പറയുകയാണ്, 20 ക്ലാസ്സും ഫ്രീ ആയിട്ട് യൂട്യൂബ് തരുന്നു വെച്ചാൽ തരില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ ചീത്ത പറഞ്ഞോ കുഴപ്പമില്ല. നിങ്ങൾക്കറിയാം, ഡേ 1 ഞാൻ ക്ലാസ് ഇട്ട ഒരു പക്ഷേ നല്ല പിള്ളേർ നിങ്ങളൊക്കെ അത് കാണും. ഡേ 2 നിങ്ങൾ അതിന്റെ പകുതി പോലും കാണില്ല. ഡേ 3, ഡേ 4, ഡേ 10 ഒക്കെ ആകുമ്പോൾ 500, 1000 പേര് പോലും വീഡിയോ കാണാനുണ്ടാവില്ല. ഏത് വീഡിയോ നിങ്ങൾ എടുത്താലും എത്ര മാസം മുമ്പാണ് അങ്ങനെയാണ്. അതുകൊണ്ടാണ് എല്ലാവരും ക്ലാസ് ഇടയ്ക്ക് മുങ്ങിപ്പോകുന്നത്. നിങ്ങൾ സാർമാരെ ചീത്ത പറയും, ഇന്ന് വരും പിന്നെ വരില്ല എന്ന്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾ ആരും കമന്റ് ചെയ്യില്ല, നിങ്ങൾ ആരും ലൈക്ക് ചെയ്യില്ല, പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണിത്? അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ പരമാവധി എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. പരമാവധി. ഓക്കെ, നമുക്ക് 3 മാസം ഉണ്ട്. ചൂട് കൂടുതലാണെങ്കിലും ക്ലാസ്സുകളൊക്കെ ചൂടത്ത് നമുക്ക് എടുത്ത് പഠിപ്പിച്ച് സെറ്റാക്കി തരാം. നിങ്ങളൊന്ന് കട്ടയ്ക്ക് കൂടെ നിൽക്കുക കേട്ടോ. നോക്കൂ, ഇത്രയുമാണ് ഞാൻ ഈ പറയുന്ന ഹോട്ട് ടോപ്പിക് എന്ന രൂപത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജോഗ്രഫിയിൽ കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട്, ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം മാറിയ പാറ്റേൺ ചോദ്യങ്ങളും മാറിയ SCERT കണ്ടന്റുകൾ ഉൾപ്പെടെയുള്ള PSCയുടെ രീതി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ ഇന്ത്യയുടെ ഭൂപ്രകൃതി ആയിക്കോട്ടെ, ഉത്തരപർവ്വത മേഖല ആയിക്കോട്ടെ, ഹരിത വിപ്ലവം ഇതൊരു ടോപ്പിക്കായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് എടുക്കുന്നതാണ്. തടാകങ്ങളും വെള്ളച്ചാട്ടങ്ങളും ചെറിയൊരു ക്ലാസ് എടുക്കും. ഇന്ത്യയിലെ ഗതാഗത മേഖല ക്ലാസ് എടുക്കുന്ന ISRO ക്ലാസ് നമ്മൾ മുമ്പ് എടുത്ത ക്ലാസ് ആട്ടോ ഇതൊക്കെ. ഇതെല്ലാം വെച്ചിട്ട് SCERTൽ ഇമ്പോർട്ടൻ്റ് ഫാക്ട്, ഇതെല്ലാം PYQ ബേസ്ഡ് മാത്രം, പ്രധാനപ്പെട്ടത് മാത്രം. നോക്കൂ, സംസ്ഥാനങ്ങൾ എന്ന് കാണാം. സംസ്ഥാനങ്ങൾ പഠിപ്പിക്കാൻ നിന്നാൽ ചിലപ്പോൾ ഒരു 6 മാസമായാലും തീരില്ല. അപ്പൊ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകൾ മാത്രം നമ്മൾ പഠിക്കും. അത് 19ാമത്തെ ടോപ്പിക്കാണ്. അങ്ങനെ 20 ടോപ്പിക്കാണ് ജോഗ്രഫിയിൽ മാത്രം. നോക്കൂ കൂട്ടുകാരെ, ഈ 20 ടോപ്പിക് നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന 10 ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ 10 ആഴ്ചയിലായിട്ട് ഫില്ല് ചെയ്ത് പഠിച്ചെടുത്ത് സെറ്റായി റിവിഷൻ ചെയ്യാൻ പറ്റുമോ? പറ്റും. അങ്ങനെയാണെങ്കിൽ ചൊവ്വാഴ്ച ഇതുപോലെ ഇന്ത്യൻ ചരിത്രം, ബുധനാഴ്ച ഇതുപോലെ ഭരണഘടന, വ്യാഴാഴ്ച ഇതുപോലെ കേരള ഭൂമിശാസ്ത്രം, വെള്ളിയാഴ്ച കേരള ചരിത്രം, നവോത്ഥാനമൊക്കെ നന്നായി പഠിക്കാനുണ്ട് കേട്ടോ. നാച്ചുറൽ സയൻസ്, അതായത് പൊതുജനാരോഗ്യവും ബയോളജിയും കൂടുതൽ ഒരുമിച്ച് പഠിക്കുക, 10 മാർക്ക്. കെമിസ്ട്രിയും ഫിസിക്സും കൂടി പഠിക്കുക, 10 മാർക്ക്. ഫിസിക്കൽ സയൻസ് ഞായറാഴ്ച ഉൾപ്പെടെ റെസ്റ്റ് എടുക്കാതെ പഠിക്കുക. അപ്പൊ റിവിഷൻ എന്ത് ചെയ്യും? തിങ്കളാഴ്ച വീണ്ടും നിങ്ങൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ റിവിഷൻ ചെയ്യണം. ആ രീതിയിലാണ് ഞാൻ ഒരു കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ ചെറിയൊരു ഫീസ്, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ കരുതിക്കോളൂ. മെയ് 18-ാം തീയതിയാണ് ഇത് ആരംഭിക്കുക. അപ്പോൾ മെയ് 18-ന് ശേഷം യൂട്യൂബ് നിർത്തുക വെച്ചാൽ യൂട്യൂബ് നിർത്തില്ല. ഈ ക്ലാസ്സുകളൊക്കെ പരമാവധി യൂട്യൂബിൽ എടുക്കും. പക്ഷെ യൂട്യൂബിൽ എടുക്കുന്ന പോലെ അതിനേക്കാളും കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് ലൈവ് ക്ലാസ്സുകൾ ടെലഗ്രാമിൽ ഈ 20 ടോപ്പിക്കും ജോഗ്രഫി എടുത്ത് തീർത്തിരിക്കും. PDF നോട്ടുകൾ, ഷോർട്ട് നോട്ടുകൾ, വിജയമന്ത്ര നോട്ടുകൾ ഈ 20 എണ്ണവും തന്നിരിക്കും. അങ്ങനെ നമ്മൾ ഹിസ്റ്ററി ഇതുപോലെ ഉണ്ട്, ഇതുപോലെ തന്നെ ഭരണഘടനയുണ്ട്, ഇതുപോലെ തന്നെ കേരള ഭൂമിശാസ്ത്രമുണ്ട്, ഇതുപോലെ കേരള ചരിത്രം. കംപ്ലീറ്റ് PYQ വെച്ചുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് PYQ പ്രത്യേകം പഠിക്കേണ്ട. അല്ലാതെ നമ്മൾ പ്രിലിംസിന്റെ ഇത്രയും കാലം ചോദിച്ച ചോദ്യ മേഖലകളോട് മാത്രമാണ് ഈ ടോപ്പിക്കുകൾ പഠിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം. അങ്ങനെ നിങ്ങൾക്ക് പ്രിലിംസ് സുഖസുന്ദരമായിട്ട് 2 മാസം കൊണ്ട് ഇതുപോലെ 7 ദിവസം വെച്ചിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചാലും വേറെ ഏതെങ്കിലും ആപ്പിൽ പഠിച്ചാലും എവിടെ പഠിച്ചാലും ഇങ്ങനെ ഒന്ന് പഠിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് റിവിഷൻ കുറച്ചുകൂടി ഉഷാറായിട്ട് പറ്റും. തിങ്കളാഴ്ച വീണ്ടും ജോഗ്രഫി പഠിക്കുമ്പോൾ റിവിഷൻ ചെയ്യുക. പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തു നോക്കുക. നമ്മളൊരു ദിവസം ഇന്ത്യൻ അതിർത്തി പഠിച്ചിട്ട് അടുത്ത 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യൻ അതിർത്തിയൊക്കെ മറന്നു പോകും. നമ്മുടെ വീടിന്റെ അതിർത്തിന്റെ ഓർമ്മ ഉണ്ടാവില്ല 2 ആഴ്ച കഴിയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ഉപദ്വീപീയ പീഠഭൂമി എത്തുമ്പോൾ അതൊന്നുകൂടി വായിക്കുക. മണ്ണിനങ്ങൾ പഠിക്കുമ്പോൾ വീണ്ടും ഉത്തരപർവ്വത മേഖല വായിക്കുക. തടാകങ്ങളും വെള്ളച്ചാട്ടങ്ങളും പഠിക്കുമ്പോൾ ഇന്ത്യയിലെ നദികൾ വായിക്കുക. ഊർജ്ജ മേഖലകൾ പഠിക്കുമ്പോൾ ഈ പറയുന്ന മുമ്പ് പഠിച്ച ഉത്തര മഹാസമുദ്രം നോക്കുക. അങ്ങനെയൊക്കെയുള്ള പ്രോപ്പർ റിവിഷൻ കൂടി ആകുമ്പോൾ SCERTയിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പുതിയ മാറ്റങ്ങൾ എടുത്തെടുത്ത് പറയുന്ന കാര്യം അതാണ് SCERT. അപ്പൊ ഇതിന്റെയൊക്കെ ക്ലാസ് എന്താണെങ്കിലും ഞാൻ യൂട്യൂബിൽ എടുക്കും കേട്ടോ. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാകുക SCERTയിൽ ഈ ക്ലാസ്സും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ SCERT ഫാക്ട്, ISRO, അതുപോലെ തന്നെ ഹരിത വിപ്ലവം, ഇതൊക്കെ യൂട്യൂബിൽ എടുക്കും. ഊർജ്ജ മേഖല, അതുപോലെ തന്നെ ഗതാഗത മേഖല, ഇതൊക്കെയാണ് പിള്ളേർക്ക് പഠിക്കാൻ ഇച്ചിരി പ്രയാസമുള്ളത് കേട്ടോ. അപ്പൊ അത് നദികളൊക്കെ ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമുദ്രം ഒക്കെ നമ്മുടെ ചാനലുണ്ട്. അതിർത്തികൾ, അടിസ്ഥാന വിവരങ്ങൾ, ഇതൊക്കെ എടുത്ത ക്ലാസ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒരിക്കൽ കൂടി നല്ല വൃത്തിക്ക് എടുത്ത് പഠിച്ചു നമുക്ക് പോകണം. അപ്പൊ നിങ്ങൾ സെറ്റ് ആണെങ്കിൽ
നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂട്യൂബിൽ ആദ്യം ഫോളോ ചെയ്യുക. നിങ്ങളൊരു മാസമൊക്കെ യൂട്യൂബ് കണ്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നോക്കൂ. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസം 20 ആയിട്ടില്ല. അപ്പം മെയ് 18-ാം തീയതിയാണ് ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെയ് 18-ാം തീയതി ഓക്കെ ആണെങ്കിൽ, യൂട്യൂബ് ക്ലാസ് ഒക്കെ കണ്ട് സെറ്റ് ആണെങ്കിൽ മാത്രം നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ ഫീസ് 300 രൂപയാണ് വരുന്നത്. ഒരു വലിയ ഫീസായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട. ഒരു 2-2.5 മാസം ഈ പറയുന്ന പ്രിലിംസ് എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് അതിന്റെ കാര്യങ്ങൾ വായിച്ചു നോക്കുക. ജോയിൻ ചെയ്യുമ്പോൾ ഫീസും കാര്യങ്ങളും എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. ഞാൻ പറഞ്ഞല്ലോ ഇത് പ്രൊമോഷൻ മാത്രമല്ല, മറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഊർജ്ജം കൂടിയാണ്. ജോഗ്രഫി ഒക്കെ ഇതുപോലെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് സെറ്റ് ആവും. പ്രിലിംസ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. പ്രിലിംസ് ക്രാക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ മെയിൻസിന് വേണ്ടി നന്നായിട്ട് പഠിക്കുക. 2 മാസം. ഈ വർഷം തന്നെയാണ് മെയിൻസ് നടക്കാൻ പോകുന്നത്. നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെയും ബീവറേജ് LD. അപ്പൊ രണ്ടിനും 2 സിലബസ് ആണ്. LDCയുടെ സിലബസ് അല്ല LGSന്. എനിവേ അത് നമുക്ക് പ്രിലിംസിന് ശേഷം മാറ്റി പഠിക്കാം. അപ്പൊ നന്നായി പഠിക്കുക. ഉടൻ തന്നെ ജോലിയിലെത്താൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ അല്ല, അടുത്ത ക്ലാസ് ആണ്. ജോഗ്രഫിയുടെ ക്ലാസ് ആണ്. Day 1 ജോഗ്രഫിയുടെ ക്ലാസ്സുമായി കാണാം. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു.